പേമേച്ചിന്റെ ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങാൻ പോവാന്നേ. കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാനൂരുള്ള ബേക്ക് സ്റ്റോറിലാണ് പോയത്. അവിടുത്തെ കേക്കൊക്കെ അടിപൊളിയാണ്. ബിയൊക്കെ വാങ്ങിയ ബട്ടർ വേണ്ട, ഇപ്പൊ ചിഞ്ച് തിന്നാന്നേ. കേക്ക് കിട്ടാൻ വേണ്ടി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലാസ്റ്റ് കേക്ക് കിട്ടി. എല്ലാരും ഇറങ്ങുന്നേ ഉള്ളൂ. ഇതാ നമ്മുടെ ബിയ മോളെല്ലുണ്ട്. ഇതാ നമ്മളെ പ്രേമിച്ചിനടുത്ത് എത്തിയിരിക്കാന്ന്. പ്രേമിച്ച് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള സുജാട്ടൻ എത്തിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാ പറഞ്ഞേ. മുട്ടായൊക്കെ എത്തിയിരുന്നുണ്ട്. ഇതെന്ത് മുട്ടായ? ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ചിഞ്ചു ആകുമ്പോൾ നമ്മളെന്തോ ഭയങ്കര അടി നടക്കുന്നുണ്ട്. എന്തോ അവർ തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം എന്നറിയില്ല. ഗുണ്ടുമോളും മറ്റേ കേക്കിന്റെ കവറൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിൽ ഐസ്ക്രീം എന്തൊക്കെ മുട്ടായി കിട്ടിയിട്ടാണ് നടക്കുന്നത്. അതിനെക്കൊണ്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അവർക്ക് ഐസ്ക്രീം കിട്ടിയിട്ട് അത് പൊളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിഞ്ചുവിൻ്റെ അടുത്ത് കൊടുത്തതാണ് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിഞ്ചു അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഡുണ്ടുമോള് ഹാപ്പിയാണ്. അങ്ങനെ നമ്മളെ സുജാട്ട വന്ന്. സുജാട്ടന് വേണ്ടിയാണ് നമ്മൾ ഇത്ര സമയം വെയിറ്റ് ചെയ്തേ. സുജാട്ട പുറത്തെവിടെയോ പോയതായിരുന്നു. നമ്മൾ കേക്ക് മുറിലേക്ക് കടന്ന്. നമ്മളെ ഫാമിലിയിൽ ഇങ്ങനെ ആനിവേഴ്സറിയോ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കസിൻസ് എല്ലാവരും ഇങ്ങനെ പോവും. പിന്നെ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോവുക. അങ്ങനെ നമ്മളെ ആനിവേഴ്സറീൻ്റെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്ത് കേക്ക് മുറി നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം നമ്മൾ ഡുണ്ടുമൊക്കെ വെച്ച് കൊടുത്തു. അത് മൊത്തം വായിലേക്ക് വെച്ചു. പിന്നെ നമ്മൾ നേരെ ചോറ് കഴിക്കാനിരുന്ന്. ഫ്രൈഡ് റൈസും അൽഫാം, പൊറോട്ട അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. കുറേ സാധനം കൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ചിഞ്ചുനിയിൽ ഏത് കഴിക്കും എന്നുള്ള ആലോചനയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും പോകാൻ നോക്കാണ്. സുജാട്ടനെ പ്രേമിച്ചൊക്കെ ആകെ വിഷമമായിട്ടുള്ള അവരെ ഇന്നൊരു ദിവസം നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും പോവാന്ന്. ഇനി അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് വരുന്നതായിരിക്കും. അപ്പൊ നമ്മള് പോവാന്ന്. ബൈ.